എ ന്യൂക്ലിയർ ഡീക്കേസ് ബൈ ദി എമീഷൻ ഓഫ് എ ഗാമ റേ. അതായത് ഒരു ഗാമ റേ എമീഷനാണ് നടക്കുന്നത്. ഫസ്റ്റ് അതിൻ്റെ സ്പിൻ പാരിറ്റി 2+ എന്നാണ്. അത് കഴിഞ്ഞ് അതിന്ന് അത് എവിടേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്? 2 0+ സ്റ്റേറ്റിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 2+2 0+ ആണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, പാരിറ്റി പ്ലസ് എന്ന് പ്ലസ്സിലേക്കാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് പാരിറ്റി കൺസർവ്ഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജാൻ്റെ വാല്യൂ ഇവിടെ 2ഉം 0 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് റേഞ്ചുള്ളത് ജെ ഐ മൈനസ് ജെ ഫൈനലും അതുപോലെ തന്നെ ജെ ഐ പ്ലസ് ജെ ഫൈനലും ആണ്. അപ്പോൾ അത് 2+0 ചെയ്താലും 2 - 0 ചെയ്താലും നമുക്ക് 2 തന്നെയാണ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താവാനാണ് സാധ്യത? ഇലക്ട്രിക്കൽ ക്വാഡ്രപ്പോൾ ആവാനാണ് സാധ്യത. ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിക്കൽ ഡൈപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാരിറ്റി -1 എന്നാണ് വരാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓഡ് പാരിറ്റി ഒക്കെ വന്നാലാണ് അത് മാഗ്നറ്റിക്കൽ ഡൈപ്പോളാവുള്ളൂ. പക്ഷെ നമുക്കിവിടെ പാരിറ്റി ചേഞ്ച് വന്നിട്ടില്ല, പ്ലസ് നിന്ന് പ്ലസ്സിക്കാണ്. അപ്പോൾ പാരിറ്റി കൺസർവ്ഡ് ആണ്. അതുപോലെ തന്നെ 2+0 2 - ചെയ്താലും 0 ചെയ്താലും ലോവസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് E2 ആണ് ട്രാൻസിഷൻ വരുന്നത്, അതായത് ഇലക്ട്രിക്കൽ ക്വാഡ്രപ്പോൾ ആണ്.